നമസ്കാരം. ക്രമസമാധാന രംഗത്തും കുറ്റാന്വേഷണ മേഖലയിലും നിർണായക സംഭാവനകൾ നൽകുന്നതിന് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു. റൂറൽ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെ ജില്ലാതല യോഗം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നൽകണം. ഈ വീടുകളിൽ പോലീസിൻ്റെ ശ്രദ്ധ പ്രത്യേകമായും ഉണ്ടാകും. പോലീസിൻ്റെ സേവനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് അറിയിക്കാം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകും. മയക്കുമരുന്നിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണ്. ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കൈമാറിയാൽ ഒട്ടും താമസമില്ലാതെ അന്വേഷണമുണ്ടാകും. വിവരങ്ങൾ നൽകുന്നവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. സൈബർ മേഖലയിലെ തട്ടിപ്പിനെയും ചതിക്കുഴിയെയും കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കും. റെസിഡൻസ് അസോസിയേഷനുകൾക്കും ഇത് സംബന്ധിച്ച് അവബോധം നൽകും. കുട്ടികൾക്ക് കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ അത് നൽകുന്നതിനുള്ള സൗകര്യമൊരുക്കും. കൂടുതൽ CCTV വയ്ക്കുന്നതിന് റെസിഡൻസ് അസോസിയേഷനുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പല കുറ്റകൃത്യങ്ങളുടെയും നിർണായക തെളിവുകൾ ലഭിക്കുന്നത് ഈ ക്യാമറ കണ്ണിലൂടെയാണ്. ആലുവയിൽ മോഷണം നടത്തിയവരെ അജ്മീർ പിടികൂടിയത് അതിനൊരു ഉദാഹരണമാണ്. കുറ്റകൃത്യങ്ങളുടെ ഫോട്ടോ എടുത്തയച്ചാലും നടപടി സ്വീകരിക്കും. സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പരാതിപ്പെട്ടിയിൽ നിന്നും ലഭിക്കുന്ന കംപ്ലൈൻറ്റുകളും പരിശോധിച്ച് നടപടിയെടുക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ കൃത്യമായി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ എന്നും അവരുടെ രേഖകളെക്കുറിച്ചും പരിശോധന നടത്തും. റൂറൽ പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വരുന്ന അറിയിപ്പുകളും മറ്റും ശ്രദ്ധിക്കണമെന്നും വൈഭവ് സക്സേന പറഞ്ഞു. ചടങ്ങിൽ DYSP അബ്ദുൾ റഹീം അധ്യക്ഷനായി. പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത്, DYSPമാരായ V അനിൽ, VT ഷാജൻ, PM ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. മീറ്റിംഗിൽ ക്രിയാത്മക നിർദ്ദേശം പങ്കുവച്ച റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ജോസഫ് റോയ്ഡൻ ഡിക്രൂസിന് ജില്ലാ പോലീസ് മേധാവി അഭിനന്ദന പത്രം നൽകി. അതിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് ശുഭയാത്ര എന്ന് പറഞ്ഞൊരു ഒരു സ്കീമുണ്ട്. ശുഭയാത്ര, അതിന്റെ നമ്പർ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നോട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാൻ നോട്ട് ചെയ്യും. അതായത് വാഹനങ്ങൾ അസൗകര്യമായിട്ട് പാർക്ക് ചെയ്തത്, നിങ്ങൾ ഓട്ടോയിൽ കയറുമ്പോൾ മോശമായി പെരുമാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ട്രിപ്പിൾ ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങൾ, വാഹനങ്ങളുടെ നമ്പർ അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ 97 നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നും വെളിയിൽ പോകാത്ത രീതിയിലുള്ള ക്രമീകരണമുള്ള ആപ്പാണ്. 9747001099 ശുഭയാത്ര. ഇത് നമുക്ക് അടുത്ത വിഷയമാണ് ലഹരി. യോദ്ധാവ് എന്ന് പറഞ്ഞൊരു ആപ്പിന്റെ കാര്യം സ്മൃതി സൂചിപ്പിച്ചായിരുന്നു. അതിന് ഒരു നമ്പർ ഉണ്ട്, 999. ഈ ട്രാഫിക് വയലേഷൻ അല്ലേ? ട്രാഫിക് വയലേഷന്റെ ഒന്നും ഞാൻ പറയാൻ നമ്മുടെ യോദ്ധാവ്, ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കാവുന്നതാണ്. 99959 ആണ്. അതായത് മൊത്തം 6 ആണ്. ക്വാർട്ടർ 6 ആണ്. 6 5 6 6 6 6 6 999596666 യോദ്ധാവ്. നാർക്കോട്ടിക് ആർമി നമ്പർ അല്ലേ? ആദ്യത്തെ വേണോ? 9747001099. ഇനി അതുപോലെ ചൈൽഡ് ലൈൻ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒഫൻസോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് സ്വതന്ത്ര ഏജൻസിയാണ്. 1098. ഇനി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങള് 1091. പിന്നെ മറ്റൊരു പ്രശ്നമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാപകമായിരിക്കുന്ന സൈബർ ഫ്രോഡ്. അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റി കാശ് പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 1930 1930 നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ പോയതെന്നുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ പൈസ പോയ മുഴുവൻ അക്കൗണ്ടുകളും നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ വഴി അത് ഫ്രീസ് ചെയ്യും. അപ്പൊ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ 100% സാധ്യതയുണ്ട്. 1930. ഓക്കെ, താങ്ക് യു.